എത്രയും സ്നേഹമുള്ളവരെ, അറിവിൻ്റെ ജാലകം എന്ന ഈ പരമ്പരയിലേക്ക് നിങ്ങളെവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രതിരോധം ആർക്കാണ് വേണ്ടത്? ഇന്ന് കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തെരുവ് പട്ടികളുടെ വർധനവാണ്. ഈ വർധനവ് മാത്രമല്ല, നമുക്ക് ആക്രമണം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് തെരുവ് പട്ടികൾ കൂടുന്നതെന്ന് വെച്ചാൽ, കേരളീയ സമൂഹത്തിൽ അത്രമാത്രം മാലിന്യങ്ങൾ പെറ്റുപെരുങ്ങുമ്പോഴാണ് തെരുവ് പട്ടികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് തെരുവ് പട്ടികൾ ആക്രമിക്കുന്നതെന്ന് വെച്ചാൽ, ഈ തെരുവ് പട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പന്തീകരണമില്ല. മാത്രമല്ല, നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളായിട്ടുള്ള പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷൻകാരും ഒക്കെ നിഷ്ക്രിയരായിട്ട് ഇരിക്കുകയാണ്. ഇതിനെല്ലാം ഈ വന്ധീകരണത്തിനും ഷെൽട്ടർ ഹോമിനും ഒക്കെ ഫണ്ടുണ്ട്, പക്ഷേ ഫണ്ടൊന്നും ഫലപ്രദമായിട്ട് വിനിയോഗിച്ചിട്ടില്ല. ഇത് ഏത് സർക്കാരും ഇതിനെ നിഷ്ക്രിയമായിട്ടാണ് നോക്കിക്കാണുന്നത്. പിന്നെ സാധാരണക്കാരൻ ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, അവന് കുറ്റം പറയാൻ മാത്രമല്ല അവന് വിധിച്ചിട്ടുള്ളത്, അവന് നന്നായിട്ട് ശരിക്കും ബോധവൽക്കരണം തേടേണ്ടത് സാധാരണക്കാരനാണ്. തങ്ങളുടെ പൊതുവിടങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും മോശമാക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കണം. അവനവൻ്റെ വീട്ടിലെ മാലിന്യം അവനവൻ്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും തെരുവ് പട്ടികൾ കൂടുന്നില്ല. തെരുവ് പട്ടികളുടെ എണ്ണം കൂടുന്നത് പൊതുവിടങ്ങളിൽ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഒരുപക്ഷെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുമ്പോഴാണ് തെരുവ് പട്ടികളുടെ എണ്ണം കൂടുന്നത്. വന്ധീകരിക്കേണ്ട പട്ടികളെ വന്ധീകരിക്കണം. അതുപോലെ സംബന്ധിച്ച് ഭീകരമായ പട്ടികളെ ഷെൽട്ടർ ഹോമുകൾ താമസിപ്പിക്കപ്പെടണം. ഇന്നൊരു തെരുവ് പട്ടി കടിച്ച് ഒരു വേവ് വിഷബാധ വന്നാൽ കൃത്യമായിട്ടുള്ള വാക്സിൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. എത്രയോ പേരാണ് വാക്സിൻ എടുത്ത് പലപ്പോഴും ജീവിക്കേണ്ടവരും വരെ മരിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സർക്കാർ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരും വിചാരിച്ചാൽ ഞങ്ങളൊരിക്കലും മാലിന്യം അനാവശ്യമായിട്ട് വലിച്ചെറിയില്ല, ഞങ്ങളൊരിക്കലും ഭക്ഷണാവശിഷ്ടങ്ങൾ പറമ്പുകളിലും മറ്റു പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിക്ഷേപിക്കില്ല എന്നവർ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉണ്ടാകുന്നില്ല. നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ഏറ്റവും വലുതും ചെറുതും വലുതും എല്ലാ സംസ്ഥാനങ്ങളുണ്ട്. ഗോവ തെരുവ് പട്ടികളെ അവർ വന്ധീകരിച്ചിട്ടുണ്ട്. തെരുവ് പട്ടികളുടെ എണ്ണത്തിൽ വലിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. ഒരു തെരുവ് പട്ടിയും അവിടെ ആക്രമിച്ചിട്ടില്ല. ഒരാളും അവിടെ പേവിഷബാധ പറ്റിവരിച്ചിട്ടില്ല. നമ്മുടെ 2023, 2026 വരെ കേരളത്തിൽ എത്രയോ പേരാണ് പേയിളകി മരിച്ചിട്ടുള്ളത്. അപ്പോൾ തെരുവ് പട്ടികളെ തീർച്ചയായിട്ടും അവരുടെ തെരുവ് പട്ടികളുടെ അംഗസംഖ്യയിൽ കൂടാതെ നോക്കേണ്ടത് നമ്മുടെ സമൂഹമാണ്. സർക്കാരിൻ്റെ മാത്രമല്ല, സാധാരണക്കാരൻ്റെയും കടമയാണ്. അതുകൊണ്ട് നമ്മൾ താമസിക്കപ്പെടുന്ന അല്ലെങ്കിൽ പഞ്ചായത്തായിക്കോട്ടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആ സ്ഥലത്തൊക്കെ തെരുവ് പട്ടികളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവണം. ഭീകരന്മാരായ പട്ടികളെക്കുറിച്ച് മൃഗസംരക്ഷണ വകുപ്പിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനോ പറഞ്ഞു അവരെ വന്ധീകരിക്കേണ്ടതും ഷെൽട്ടർ ഹോമിൽ സമർപ്പിക്കേണ്ടതും സാധാരണക്കാരുടെയും കൂടിയും കടമയാണ്. അത് പരസ്പരം കുറ്റം പറഞ്ഞിട്ടും ഒന്നും ഒരു കഥയില്ല. ഏതായാലും തെരുവ് പട്ടികളുടെ ആക്രമണത്തിൽ ഇവിടെ കൂടുതൽ പേര് ആക്രമണത്തിൽ ആയിട്ടുള്ളത് വിദ്യാർത്ഥികളും കുട്ടികളും അതുപോലെ വയോജനങ്ങളുമാണ്. അതുകൊണ്ട് നമ്മുടെ തെരുവ് പട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിക്കേണ്ടത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, സാധാരണക്കാരനും സർക്കാരും അല്ലെങ്കിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പൊതുപ്രവർത്തകരും എല്ലാവരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി പ്രതികരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ മാത്രമേ തെരുവ് പട്ടികളിൽ നിന്ന് ആ ആക്രമണത്തെ നമുക്ക് പ്രതിരോധിക്കാനും ഒരു സുരക്ഷിതമായൊരു കേരളം ഉണ്ടാകുമെന്നുള്ളൂ. കേരളത്തിൽ നിന്ന് കുറ്റവാസനകൾ വർദ്ധിച്ചു വരുന്ന ഈ ഭീകരമായ കാലഘട്ടത്തിൽ തെരുവ് പട്ടികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഒരു സ്വയം ജാഗ്രത വെച്ച് പുലർത്തണം. നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും മാലിന്യവും അനാവശ്യമായിട്ട് പൊതുവിടങ്ങളിൽ വിക്ഷേപിക്കില്ലെന്ന് സ്വയം ദൃഢപ്രതിജ്ഞ എടുക്കണം. അതുപോലെ തന്നെ സർക്കാരും പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകാരും ഞങ്ങളുടെ മേഖലയിൽ താമസിക്കുന്ന തെരുവ് പട്ടികളെ വന്ധീകരിക്കാനും ഈ അപകടകാരികളുടെ തെരുവ് പട്ടികളെ ഷെൽട്ടർ ഹോമുകളിൽ താമസിപ്പിക്കാൻ ഇവർക്ക് പറ്റണം, ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റണം. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ ചെയ്തില്ലെങ്കിൽ സെക്രട്ടറിയെ, നഗരസഭാ സെക്രട്ടറി ആയിക്കോട്ടെ, പഞ്ചായത്ത് സെക്രട്ടറി, കോർപ്പറേഷൻ സെക്രട്ടറിയെ ശിക്ഷിക്കണം. കാരണം ജനങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട സർക്കാരിൻ്റെയും ഒരു കടമയാണ്. ആ കടമ അവർ ചെയ്തില്ലെങ്കിൽ അവർ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. ഒരു കാര്യം ഉറപ്പാണ്, സുരക്ഷിതമായ ഒരു കേരളത്തിന് നമുക്ക് തെരുവ് പട്ടികൾ ഇത്രയും ഭീകരമായിട്ട് വർധനപ്പെടുന്നതെന്ന് ശരിയില്ല. അത് ഒരുപാട് സാമൂഹികപരമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് മാലിന്യങ്ങൾ ഞങ്ങൾ നിക്ഷേപിക്കരുത്. അതുപോലെ മാലിന്യങ്ങൾ പൊതുവിടങ്ങളിൽ നിക്ഷേപിക്കാൻ പാടില്ല. 2 എന്നുള്ളത് സർക്കാർ ചെയ്യേണ്ടത് തെരുവ് പട്ടികളെ വന്ധീകരിക്കണം. ഭീകരന്മാരായിട്ടുള്ള തെരുവ് പട്ടികളെ ഷെൽട്ടർ ഹോമുകളിൽ സംശയിക്കണം. എല്ലാ വാർഡുകളിലും എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഹാളിലുള്ള പട്ടിക്കെതിരെ വാക്സിൻ
അവരെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അടിയന്തരമായിട്ടുള്ള ചികിത്സ, ആർക്കും പേവിഷമുള്ള അടിയന്തരമായിട്ട് ചികിത്സ കൊടുത്ത് അവരുടെയൊക്കെ ജീവനും സ്വത്തും സന്തോഷവും സമാധാനവും ഒക്കെ കാത്തു സൂക്ഷിക്കണം. ഇതായാലും ഇനി വരും കാലങ്ങളിൽ തെരുവോട്ടി നമുക്ക് വല്ലാത്തൊരു, സത്യം പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു തലവേദന തന്നെയാണ്. നമ്മുടെ സ്വയം അറിവും അതുപോലെ സർക്കാരും സാധാരണക്കാരും ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രസ്തുത ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.